കുവൈറ്റിലും ബഹ്റിനിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നുവെന്ന വാർത്ത. ഇറാനിലെ ക്വാഷാം ദ്വീപ് അമേരിക്ക ആക്രമിച്ചുവെന്ന വിവരമുണ്ട്. വ്യോമാക്രമണമാണ് അവിടെ നടന്നത്. 20 വാണിജ്യ കപ്പലുകൾ ഹോർമുസ് കടലിൽ കൂടെ കടത്തിവിട്ടെന്ന് ഇറാൻ പറയുന്നു. ഈ അവസരത്തിൽ BP ജെയിംസ് കൂടി ചേരുന്നു. BP, ഗുഡ് മോർണിംഗ്. കുറച്ചുകൂടി പ്രശ്നം രൂക്ഷമാകുന്നു. എന്തായാലും യുദ്ധ സാഹചര്യം കടുക്കുന്നു, യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പടരുന്നു. തീർച്ചയായിട്ടും SKN, നമ്മളിപ്പോ സമാധാനം വരുമെന്ന് 2 ആഴ്ചയായിട്ട് കാക്ഷിച്ചിരിക്കുകയായിരുന്നു. ട്രംപും ഉഴപ്പി, ഇറാനാണെങ്കിൽ ചില കാര്യങ്ങളിൽ കർശന നിലപാടിലേക്ക് പോയി. എന്തായാലും കാര്യങ്ങളൊക്കെ തലകീഴായി മറിയുന്ന അവസ്ഥയാണ്. കാരണം വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇറാൻ കയറി ആക്രമിച്ചിരിക്കുന്നത് കുവൈറ്റിലും ബഹ്റിനിലുമാണ്. പ്രത്യേകിച്ച് US-ന്റെ എയർബേസുകളാണ് ആക്രമിച്ചതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റിലേക്ക് ഡ്രോണുകളുടെ ഒരു തരംഗം സൃഷ്ടിച്ചുവെന്നാണ് US-ന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് തന്നെ പറയുന്നത്. പക്ഷെ അതെല്ലാം ഞങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇറാൻ. എന്തായാലും കുവൈറ്റിന് നേരെയാണ് രണ്ടാമത് ആക്രമണം തുടങ്ങിയപ്പോൾ ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം കുവൈറ്റ് അമേരിക്കയുമായിട്ട് വലിയ അടുപ്പമുള്ള രാജ്യമാണ്. അവരുടെ വലിയ ബേസുകളിലൊന്ന് കുവൈറ്റിലാണ്. ചെറിയ രാജ്യമാണെങ്കിലും കുവൈറ്റ് 1991 ഇറാഖിൻ്റെ അന്ന് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈൻ അങ്ങോട്ട് കയറിയ ശേഷം വലിയ സെക്യൂരിറ്റിയാണ് അവിടെ അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുവൈറ്റിലേക്ക് കയറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ പാഠം പഠിപ്പിക്കാനും അമേരിക്കയെ പ്രകോപിപ്പിക്കാനുമാണ്. അമേരിക്കയും വെറുതെ ഇരുന്നില്ല. ഇറാന്റെ വളരെ തന്ത്രപ്രധാനമായ കാഷിം ദ്വീപിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്ക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് SKN. അതിനിടയിലാണ് 100 കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ 20-ലേറെ കപ്പലുകൾ കടത്തിവിട്ടതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന് താല്പര്യമുള്ള കപ്പലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളുടെയും കപ്പലുകൾ കടത്തിവിട്ടു എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ ഒരു കപ്പലിന് നേരെ, വാണിജ്യ കപ്പലിന് നേരെ ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കൺട്രോളിലാണ് ഇറാന്റെ തീരുമാനങ്ങൾ നടക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മിതവാദിയായിട്ടുള്ള മസൂദ് പെസസ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിക്കും മറ്റുള്ളവരുമായി സംസാരിക്കാമെന്നല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തം നൽകുന്നില്ലെന്നുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അമേരിക്കയിലും ഇതുപോലെ തന്നെ ട്രംപിന് വലിയ സ്വാധീനമുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിട്ടുണ്ട്. ട്രംപിനും യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ മാക്സിമം വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആശങ്കയുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വാസമുള്ളത്. കാരണം 40 ലക്ഷം മലയാളികൾ അവിടെയുണ്ട് SKN. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. പക്ഷെ ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ബാധിക്കുന്നില്ല. US-ന്റെ എയർബേസുകളാണ് അവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. UAE-യിലും സൗദിയിലും അതുപോലെ ഖത്തറിലും ഒമാനിലൊക്കെ ആൾക്കാർക്ക് ആശങ്കയുണ്ട്. എന്നുമാത്രമല്ല, എണ്ണവില പതുക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 1% വർധനവ് ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം തുടങ്ങിയതോടെയാണ് ആ തരത്തിലുള്ള ഒരു എണ്ണയ്ക്ക് മേലെ എന്താ പറയുക വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ ഈ നിലപാടുകൾ കൂടുതൽ കർക്കശമാക്കുന്നു എന്നാണ് ഒരു ഭീഷണി കൂടി ഇറാൻ മുഴക്കിയിട്ടുണ്ട് SKN. ബാബ മാൻഡേബ് എന്ന അത് കണ്ണീരായിട്ട് അറിയപ്പെടുന്ന ഒരു കടലിടുക്കാണ്. ബാബ മാൻഡീബിലും ഞങ്ങൾ തടസ്സമുണ്ടാക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. കാരണം ഇറാന് ബന്ധമുള്ള യമനിലെ ഹൂതികളുടെ അടുത്തുകൂടെയാണത് കടന്നു പോകുന്നത്. അത് 20-22 കിലോമീറ്റർ വീതിയുള്ളൂ. അവിടെ കയറി അവിടെയും കപ്പലുകൾ തടയുമെന്ന് പറഞ്ഞാൽ കൂടുതൽ തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. ഈ കപ്പലുകളുടെ സഞ്ചാരം ഇനിയും തടസ്സപ്പെടും. എണ്ണവില കൂടുതൽ വർദ്ധിക്കും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.